ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും 3ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ലെറ്റ്സ് ടേക്ക് അവേ എന്നുള്ള 3ാമത്തെ പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാഠഭാഗത്ത് നിന്ന് ഇന്ന് നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 43 ശാസ്ത്രോത്സവം എന്ന പ്രവർത്തനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 44 പ്രവർത്തനങ്ങളും ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രവർത്തനം നോക്കാം. സയൻസ് ഫയർ. A science fair was conducted at Ammu's school. On the first day, 386 persons and on the second day, 637 persons have food. On which day did more persons take food? By how much? അപ്പോൾ ഇവിടെ ശാസ്ത്രോത്സവം നടക്കുന്നത് അമ്മുവിൻ്റെ സ്കൂളിലാണ്. ആദ്യ ദിവസം 386 പേരും രണ്ടാമത്തെ ദിവസം 637 പേരും ഭക്ഷണം കഴിച്ചു. ഏത് ദിവസമാണ് കൂടുതൽ പേർ ഭക്ഷണം കഴിച്ചത്? എത്രയാണ് കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ദിവസമാണ് കൂടുതൽ പേര് ഭക്ഷണം കഴിച്ചത് അല്ലേ? 637. എത്രയാണ് കൂടുതൽ? 251. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 637 കുറക്കണം 386. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 251. ആദ്യത്തെ ദിവസത്തിനേക്കാൾ രണ്ടാമത്തെ ദിവസം 251 പേര് കൂടി കൂടുതൽ ഭക്ഷണം കഴിച്ചു. On which day did more persons take food? Second day. By how much? 251. Next question. Thousands chairs were hired for the science fair. Due to some reasons, 186 chairs were returned. Find the number of chairs used. ശാസ്ത്രോത്സവത്തിന് 1000 കസേരകളാണ് കൊണ്ടുവന്നത്. ഹാളിൽ സ്ഥലമില്ലാത്തതിനാൽ 186 തിരിച്ചു കൊണ്ടുപോയി. എങ്കിൽ എത്ര എണ്ണം ഉപയോഗിച്ചു എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1000-ൽ നിന്ന് 186 കുറച്ച് നോക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 814. അപ്പോൾ ഇവിടെ എത്ര എണ്ണമാണ് ഉപയോഗിച്ചത്? 814. ഫൈൻഡ് ദ നമ്പേഴ്സ് ഓഫ് ചെയർസ് യൂസ്ഡ്. 814. ഓക്കെ, നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. സ്കൂൾ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന 240 നോട്ട് ബുക്കുകളിൽ പകുതി എണ്ണം വിറ്റു തീർന്നു. എങ്കിൽ ഇപ്പോൾ എത്ര നോട്ട് ബുക്കുകൾ സ്റ്റോക്ക് ഉണ്ട്? Among the 240 notebooks with the school society, half of them were sold. Find the numbers of notebooks left. ഇപ്പോൾ സ്കൂൾ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത് 240 ബുക്കുകളാണ്. അതിലെ പകുതി, അപ്പോൾ 240ൻ്റെ പകുതി ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. എത്രയാണ്? 120. ഈ 120-ൽ നിന്ന് 120 എണ്ണം വിറ്റ് തീർന്നു. ബാക്കി എത്രയുണ്ട്? അപ്പോൾ 120. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തത്, കച്ചവടക്കാരനായ രാമു 545 രൂപയ്ക്ക് വാങ്ങിയ ചേന 637 രൂപയ്ക്കും 232 രൂപയ്ക്ക് വാങ്ങിയ വെണ്ടയ്ക്ക 365 രൂപയ്ക്കുമാണ് വിറ്റതെങ്കിൽ ഓരോ ഇനത്തിലും എത്ര രൂപയാണ് അധികമായി ലഭിച്ചത്? ആകെ എത്ര രൂപ അധികമായി കിട്ടി? രാമു ബോട്ട് ബ്രിഞ്ചൽ ഫോർ 545 rupees and lady's finger for 232 rupees. He sold the brinjal for 637 rupees and the lady's finger for 365 rupees. Find the profit from each sale. What was the total profit? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചേന മേടിച്ചത് 545 രൂപക്കാണ്. അത് വിറ്റത് 637 രൂപയ്ക്ക്. അപ്പോൾ നമ്മൾ ആദ്യം 637-ൽ നിന്ന് 545 കുറച്ച് നോക്കണം. അപ്പോൾ നമുക്ക് 92 എന്ന് ഉത്തരം കിട്ടും. അതുപോലെ വെണ്ടക്ക മേടിച്ചിട്ടുള്ളത് 232 രൂപക്കാണ്. അത് വിറ്റത് 365 രൂപക്കാണ്. അപ്പം 365-ൽ നിന്ന് 232 കുറക്കുക. അപ്പോൾ നമുക്ക് 133
ഉത്തരം കിട്ടും. അപ്പോൾ ചേനയിൽ നിന്ന് അധികമായി ലഭിച്ചത് 92ഉം വെണ്ടയ്ക്കയിൽ നിന്ന് അധികമായി ലഭിച്ചത് 133ഉമാണ്. ഇനി ആകെ എത്ര രൂപ അധികമായി കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേനയിൽ നിന്ന് കിട്ടിയ 92ഉം വെണ്ടയ്ക്കയിൽ നിന്ന് കിട്ടിയ 133ഉം കൂട്ടി നോക്കണം. 133 + 92 225. അപ്പോൾ ഇവിടെ ബ്രിഞ്ചിൽ നിന്ന് കിട്ടിയ അധികം ലഭിച്ചത് എത്രയാണ്? 92. ആൻഡ് ലേഡീസ് ഫിംഗറിൽ നിന്ന് അധികമായി ലഭിച്ചത് 133 rupees. ടോട്ടൽ പ്രോഫിറ്റ് 225. നെക്സ്റ്റ്, ഒരേ സാധനങ്ങൾ അമ്മു 903 രൂപയ്ക്ക് ബാബു സ്റ്റോറിൽ നിന്നും അനു 784 രൂപയ്ക്ക് മാവേലി സ്റ്റോറിൽ നിന്നും വാങ്ങി. എവിടെ നിന്ന് വാങ്ങിയതാണ് മെച്ചം? എത്ര രൂപ? അമ്മു ബോട്ട് സം ഹൗസ് ഹോൾഡ് തിങ്സ് ഫ്രം ബാബു സ്റ്റോഴ്സ് ഫോർ 903 rupees. Anu bought some same things from Maveli stores for 784 rupees. Which is the best purchase? By how much? അപ്പോൾ 903 നിന്ന് 784 കുറച്ച് നോക്കണം. അപ്പോൾ നമുക്ക് 119 രൂപ. അപ്പോൾ ഇവിടെ എത്ര രൂപയാണ്? 119 രൂപ. 119. നെക്സ്റ്റ്, 840 ലഡുവാണ് സ്വാതന്ത്ര്യദിനത്തിൽ വിതരണത്തിനായി PTA വാങ്ങിയത്. 1-ാം ക്ലാസ്സിൽ 89ഉം 2-ാം ക്ലാസ്സിൽ 93ഉം 3-ാം ക്ലാസ്സിൽ 87ഉം 4-ാം ക്ലാസ്സിൽ 98ഉം 5-ാം ക്ലാസ്സിൽ 102ഉം കുട്ടികളുണ്ട്. ഒരു ലഡു വീതം നൽകിയാൽ എത്ര ലഡു ബാക്കി വരും? 2 വീതം നൽകണമെങ്കിൽ ഇനിയും എത്ര ലഡു വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം മൊത്തം ക്ലാസ്സിലെ കുട്ടികൾ ആദ്യം നമ്മൾ കൂട്ടി നോക്കണം. 89 + 93 + 87 + 98 + 102 സമയം എത്രയാണ്? 469. ഇനി നമ്മൾ 840 ലഡു ഉണ്ട്. അതിൽ നിന്ന് മൊത്തം കുട്ടികളുടെ കണക്ക് 469 കുറച്ച് നോക്കണം. അപ്പോൾ 371. അപ്പോൾ ഓരോ ലഡു വീതം കൊടുത്താൽ 371 ലഡു ബാക്കിയുണ്ടാകും. ഇനി 2 വീതം നൽകണമെങ്കിലോ? അപ്പോൾ 469ൻ്റെ ഇരട്ടി 469 + 469 അപ്പോൾ 938 ലഡു വേണം. 938ൽ നിന്ന് 840 കുറക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 98. അപ്പോൾ 2 വീതം നൽകുകയാണെങ്കിൽ ഇനിയും 98 ലഡു കൂടി കൂടുതൽ വേണം. ഓക്കെ, അടുത്ത പ്രവർത്തനം ഗണിതമല UP സ്കൂളിൽ LP വിഭാഗത്തിലെ 292 കുട്ടികളും UP വിഭാഗത്തിലെ 345 കുട്ടികളുമുണ്ട്. ആകെയുള്ള കുട്ടികളിൽ 349 പേര് ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? കൂടുതലുള്ളത് ആൺകുട്ടികളോ പെൺകുട്ടികളോ? എത്രയാണ് കൂടുതൽ? In a UP school, the number of students in the LP section in 292 and 345 in the UP section. Among them 349 are boys. Find the number of girls in the school who are more in number, boys or girls. By how much? ഇവിടെ മൊത്തം കുട്ടികളെയാണ് നമുക്ക് ആദ്യം കാണേണ്ടത്. LP വിഭാഗത്തിലെ 292, UP വിഭാഗത്തിലെ 345. അപ്പോൾ ആകെ കുട്ടികൾ 637ആണ്. 292 + 345 637. അപ്പോൾ 637 കുട്ടികളാണ് ആകെയുള്ളത്. അപ്പോൾ ആകെയുള്ള കുട്ടികളിൽ 349 പേര് ആൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം എത്രയാണെന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ 637 ആകെ കുട്ടികളാണ് 637. ഈ 637ൽ നിന്ന് നമ്മൾ ആൺകുട്ടികളുടെ എണ്ണമായ 349 കുറച്ച് നോക്കണം. അപ്പോൾ നമുക്ക് 288. അപ്പോൾ പെൺകുട്ടികൾ 288ഉം ആൺകുട്ടികൾ 349ഉമാണ്.
അപ്പോൾ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ കൂടുതൽ എന്നാണ് അടുത്ത ചോദ്യം. ആൺകുട്ടികളാണ് കൂടുതൽ. 349 ആൺകുട്ടികളുണ്ടല്ലോ, അപ്പോൾ ആൺകുട്ടികളാണ് കൂടുതൽ. എത്ര കൂടുതലാണ്? അപ്പോൾ 349 നിന്ന് 288 പെൺകുട്ടികളുടെ കണക്കായ 288 നമ്മൾ കുറച്ച് നോക്കിയാൽ നമുക്ക് 51 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ പെൺകുട്ടികളെക്കാൾ 51 ആൺകുട്ടികളാണ് കൂടുതൽ. കൂട്ടുകാരെ, ഇന്ന് ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്